അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഇൻഷാ അല്ലാഹ് ഇനി നമസ്കാരത്തെ ജംആക്കുന്നതിനെ സംബന്ധിച്ചും കസറാക്കുന്നതിനെ സംബന്ധിച്ചും വിശദീകരിക്കാം എന്നും. ഉംറയിൽ മാത്രമല്ല നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് വരുന്ന യാത്രകളിലൊക്കെ ഉപകരിക്കുന്ന മസ്അല കൂടിയാണ് ജംഉം കസറും എന്നുള്ളത്. പലരും ഇതുമായി ബന്ധപ്പെട്ട് പല തെറ്റിദ്ധാരണകളും വെച്ച് പുലർത്തുന്നുണ്ട്. ചിലരുടെ സംശയം ജമ്മാക്കാൻ പറ്റുമോ കസ്റാക്കാൻ പറ്റുമോ എന്നൊക്കെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമസ്കാരങ്ങൾക്ക് സമയം നിശ്ചയിച്ച അള്ളാഹു തന്നെയാണ് നമസ്കാരങ്ങളെ ജമ്മാക്കി നിർവഹിക്കുവാൻ അനുവദിച്ചിട്ടുള്ളത്. നമസ്കാരങ്ങൾക്ക് എണ്ണം നിശ്ചയിച്ച അള്ളാഹു തന്നെയാണ് നമസ്കാരങ്ങളെ ചുരുക്കി കസറാക്കി നമസ്കരിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ജമ്മാക്കുക കസറാക്കുക എന്നുള്ളത് രണ്ട് മസ്അലയാണ്. എന്നാൽ ഒന്നിച്ച് നിർവഹിക്കാൻ കഴിയുന്ന കാര്യവുമാണ്. രണ്ടും സെപ്പറേറ്റ് ചെയ്യാം. ജംഅ മാത്രമാക്കാം, കസർ മാത്രമാക്കാം. ജമ്മും കസറും കൂടി ഒരുമിച്ചും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ്, എന്തൊക്കെയാണ് നാം അതിൽ പാലിക്കേണ്ട നിബന്ധനകൾ എന്നതിനെ സംബന്ധിച്ചായിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ്. എന്താണ് ജംഅ്? ജംഅ് എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥം സൂചിപ്പിക്കുന്ന പോലെ തന്നെ. ജംഇൻ്റെ അർത്ഥം എന്താ? ഒരുമിച്ച് കൂട്ടുക എന്നല്ലേ. ജമാഅത്ത്, സംഘം, ഒരുമിച്ച് കൂടിയ ആളുകൾ എന്നൊക്കെയല്ലേ. അപ്പോൾ ജംആക്കുക എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടുക എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അഥവാ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ളുഹറിനെയും അസറിനെയും ഒരുമിച്ച് ചേർത്ത് നിസ്കരിക്കാം, അല്ലെങ്കിൽ മഗ്രിബിനെയും ഇഷായിനെയും ഒരുമിച്ച് ചേർത്ത് നിസ്കരിക്കാം. ഒരുമിച്ച് ചേർത്ത് നിസ്കരിക്കാൻ ഒറ്റ നിസ്കാരമായിട്ട് നിസ്കരിക്കുക എന്നല്ല കേട്ടോ പറഞ്ഞ അർത്ഥം. ഇൻഷാ അല്ലാഹ് ഞാനത് വിശദീകരിക്കുന്നുണ്ട്. പിന്നെ കസർ എന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ള നമസ്കാരത്തെ 2 റക്അത്താക്കി ചുരുക്കി നിസ്കരിക്കാം. അപ്പോൾ ളുഹറിനെ 2 റക്അത്ത് നിസ്കരിക്കാം, അസറിനെ 2 ആക്കാം, ഇഷായിനെയും 2 ആക്കാം.